ഹലോ ഗായ്സ്, ഇന്ന് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെയുള്ള സോസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തക്കാളിക്ക് നല്ല കളർ ഉണ്ടായിരിക്കണം കേട്ടോ, എങ്കിലേ സോസിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കളറോട് കൂടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ഒരു 3 ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം. അരിയുമ്പോൾ ഇപ്പോൾ നീളത്തിലോ സ്ക്വയറായിട്ട് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളിയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഞെട്ടിൻ്റെ വശത്തുള്ള അതൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ എടുത്ത് തക്കാളി നല്ലപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 3-4 ഗ്രാമ്പൂ, ഒരു 10 കുരുമുളക്, 2 വറ്റൽമുളക്, ഇനി അല്പം കല്ലുപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ കുക്കർ അടച്ചിട്ട് ഒരു 2-3 വിസിലൊക്കെ കേൾപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ പേസ്റ്റാക്കിയതിന് ശേഷം ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനിയിപ്പോൾ അരയാതെ കിടക്കണ കുരുമുളകിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തടയാതിരിക്കാനാണ് ഒന്ന് അരിച്ചെടുക്കണത്. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഇനിയും ഉണ്ടിട്ട് പ്രോസസ്സ് തീർന്നിട്ടില്ല. സിമ്പിളാണ്, എന്നാലും ഒരു 2-3 പ്രോസസ്സ് ഉണ്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ തക്കാളി അരച്ച ഈ പേസ്റ്റ് ഇപ്പം തന്നെ സോസ് പോലെ തോന്നണുണ്ടല്ലേ. ഇനി ഈ പേസ്റ്റ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാൻ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ച് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ ജലാംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അതിൽ ജലാംശമൊക്കെ വറ്റിച്ച് എടുക്കണം. ഇത്തിരി നേരം ഒന്ന് ഇളക്കി വേണം കേട്ടോ വറ്റിച്ചെടുക്കാൻ. എന്നിട്ട് പാകമായോ എന്നറിയാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. സോസ് വരണത് പോലെ വിട്ട് വന്നാൽ അത് പാകമായിട്ടില്ല, ഇങ്ങനെ ഒഴുകി വരണം. അങ്ങനെ നമുക്ക് അടിപൊളി ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തക്കാളിക്കൊക്കെ വില കുറയുന്ന സമയം നോക്കിയിട്ട് കുറച്ച് ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ഗ്ലാസിൻ്റെ ഭരണിയിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സോസ് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.